എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹിയർ ദ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഉമറുൽ നുഅ്മാൻ്റെ മരണവും അതിനു മുൻപ് നടന്ന പ്രഭാഷണങ്ങളുമാണ് ഇന്നത്തെ ഭാഗത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഉമറുൽ നുഅ്മാൻ നിങ്ങളുടെ വേർപാടിൽ ദുഃഖിതനായി കഴിയുകയായിരുന്നു. ഒരു ദിവസം ഞങ്ങളെല്ലാവരും ചുറ്റുമിരുന്ന് അദ്ദേഹത്തോട് നർമ്മസംഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാന്യയായൊരു വൃദ്ധ അവിടെ എത്തി. ഒരു സന്യാസിനിയെപ്പോലെ തോന്നിച്ചിരുന്ന ആ വൃദ്ധയുടെ കൂടെ സുന്ദരികളായ 5 കന്യകകളും വന്നിട്ടുണ്ടായിരുന്നു. ആ കന്യകമാർ അപൂർവ ലാവണ്യധാമങ്ങളാണ്, മാത്രമല്ല അപാര വിദൂഷികളും. അവർ വൃദ്ധനായ രാജാവിനെ താണുവണങ്ങി. വൃദ്ധ ഭവ്യതയോടെ ഉണർത്തിച്ചു, ഭൂമിയിൽ ഒരു ചക്രവർത്തിക്കും ഇന്നുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത 5 അമൂല്യ രത്നങ്ങളാണിവർ. നോക്കൂ, എത്ര മനോഹരികളാണിവർ. ആ വൃദ്ധ സ്ത്രീയുടെ വാക്കുകൾ നുഅ്മാനെ ഉന്മേഷവാനാക്കി. അദ്ദേഹം ആ സുന്ദരികളോട് പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ വലിയ വിദൂഷികളാണെന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ പാണ്ഡിത്യ ഭാഷണം കൊണ്ട് എൻ്റെ ചെവിയും മനസ്സും കുളിർപ്പിക്കൂ, കേൾക്കട്ടെ. ആദ്യത്തെ പെൺകൊടിയുടെ പ്രഭാഷണം. മഹാരാജാവേ, മനുഷ്യഹൃദയത്തിൽ നിലീനമായ ജീവിത ഇച്ഛയിൽ നിന്നാണ് ജീവിതം തളിർക്കുന്നത്. ആ ഇച്ഛ തന്നെയാണ് മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുന്നതും. രാജാവ് സൽഭാവങ്ങളുടെ ഇരിപ്പിടമാകണം, ബുദ്ധിമാനും പരിഷ്കൃതനുമായിരിക്കണം, ശാന്തമനസ്കനായി പ്രവർത്തിക്കണം, എല്ലാ കാര്യങ്ങളിലും നയത്തോടെ പ്രവർത്തിക്കണം, പ്രത്യേകിച്ചും സ്നേഹിതന്മാരുമായുള്ള ഇടപാടുകളിൽ. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് സൂക്ഷ്മബുദ്ധിയോടെ വേണം. തങ്ങളുടെ സ്നേഹിതന്മാരുടെയും ഇടയിൽ മറ്റൊരുത്തൻ കടന്നുകൂടാൻ അനുവദിക്കരുത്. സുഹൃത്തുക്കളുമായി ആലോചിച്ചേ കാര്യങ്ങൾ നടത്താവൂ. ലൗകിക ജീവിതത്തിൽ ആഭിമുഖ്യമില്ലാത്തവരാണ് സ്നേഹിതരെങ്കിൽ അവരുടെ വിധി കൂടുതൽ ശ്രദ്ധിക്കണം. ലോകകാര്യങ്ങളിൽ തൽപരരായ സ്നേഹിതരാണെങ്കിൽ അവരുടെ താൽപ്പര്യങ്ങളെ ഒരിക്കലും വിഗണിക്കരുത്, അവരുടെ വാക്കുകളെ എതിർക്കരുത്. മാതാപിതാക്കളുടെ സ്നേഹത്തെ പോലും വിഭജിക്കുന്ന ഒന്നാണ് എതിർപ്പ്. സ്നേഹിതൻ പത്നിയെപ്പോലെയല്ല. പത്നിയിൽ നിന്നും വിവാഹമോചനം നേടാം, അവളെ വീണ്ടും സ്വീകരിക്കാം. പക്ഷേ സുഹൃത്ബന്ധ വിച്ഛേദനത്തിൻ്റെ ക്ഷതം ഒരിക്കലും കരിയുകയില്ല. ചില യോഗികളുടെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കട്ടെ. ഒരു സംഗതിയുടെ 2 വശവും അറിഞ്ഞിട്ട് വേണം ന്യായാധിപൻ വിധി പ്രഖ്യാപിക്കാൻ. ദരിദ്രരോടും ധനികരോടും വ്യത്യസ്ത മനോഭാവം കാണിക്കരുത്. ഇരു കൂട്ടരെയും യോജിപ്പിക്കാനാണ് നോക്കേണ്ടത്. സംശയാവസ്ഥയിൽ വളരെ ആലോചിച്ചേ പ്രവർത്തിക്കാവൂ. നീതിയാണ് ഏറ്റവും മുഖ്യമായി കരുതേണ്ടത്. അല്ലാഹു തന്നെയാണ് ഭൂമിയിൽ നീതി നടത്താൻ ന്യായാധിപരെ നിയോഗിച്ചിരിക്കുന്നത്. സർവശക്തനായ അദ്ദേഹം അതിരഹസ്യമായ കാര്യങ്ങളിൽ പോലും നീതി നടത്തും. ന്യായാധിപന്മാർ തെളിവ് നോക്കി നീതി നടത്തുന്നു. മർദ്ദിച്ചും പട്ടിണിക്കിട്ടും ഒരുത്തനെയും കുറ്റമേറ്റു പറയുവാൻ നിർബന്ധിക്കരുത്. അൽ സഹീരി പറഞ്ഞു, ഒരു ന്യായാധിപനെ നിർഗുണനാക്കുന്നത് 3 കാര്യങ്ങളാണ്: പദവിയോടുള്ള പ്രേമം, കീർത്തിലോഭം, സ്ഥാനനഷ്ടത്തെക്കുറിച്ചുള്ള ഭയം. ഒരു ദിവസം ഒരു ന്യായാധിപൻ ഖലീഫയായ ഉമറിനോട് ചോദിച്ചു, അങ്ങ് എന്താണ് എന്നെ ന്യായാധിപ പദവിയിൽ നിന്നും മാറ്റിയത്? ഉമർ മറുപടി പറഞ്ഞു, പ്രവർത്തികളെ കവിഞ്ഞു നിൽക്കുന്ന വാക്കാണ് കാരണം. മഹാനായ അലക്സാണ്ടർ ഒരു ദിവസം ന്യായാധിപനെയും പാചകനെയും ലേഖകനെയും വിളിച്ചു. ന്യായാധിപനോട് പറഞ്ഞു, ഗുരുതരമായ രാജ്യകാര്യങ്ങൾ താങ്കളിലാണ് അർപ്പിച്ചിരിക്കുന്നത്. താങ്കളുടെ ആത്മാവും രാജകീയമാവണം. ചക്രവർത്തി പാചക വിദഗ്ധനോട് പറഞ്ഞു, എൻ്റെ ശരീരത്തിൻ്റെ സംരക്ഷകൻ നീയാണ്. നിന്റെ കല ദേഹദ്രോഹകാരിയാകരുത്. അലക്സാണ്ടർ തൻ്റെ എഴുത്തുകാരനോട് പറഞ്ഞത് ഇതാണ്: എൻ്റെ മനസ്സന്തതികളുടെ സൂക്ഷിപ്പുകാരൻ നീയാണ്. തൂലികയുടെ സഹോദര,
നീ അവയ്ക്ക് വൈരൂപ്യം വരുത്തരുത്. പെൺകുടി തൻ്റെ പ്രഭാഷണം നിർത്തി. അവൾ മുഖത്ത് തട്ടം വലിച്ചിട്ട് കൂട്ടുകാരുടെ അരികിൽ ചെന്ന് നിന്നു. രണ്ടാമത്തെ യുവതി രാജാവിനെ വണങ്ങി. അവളുടെ പ്രഭാഷണം തുടങ്ങി. മഹാരാജാവേ, ബുദ്ധിമാനായ ലുക്മാൻ ഒരിക്കൽ തൻ്റെ പുത്രന്മാരോട് പറഞ്ഞു, 3 കാര്യങ്ങൾ വ്യക്തമായി അറിയുക, 3 അവസ്ഥകളിലേ സാധിക്കൂ. ഒരാൾ വാസ്തവത്തിൽ നല്ലവനാണെന്ന് തീർച്ചയാകണമെങ്കിൽ അയാൾ കുപിതനായിരിക്കുമ്പോഴും അടുത്തറിയണം. ഒരുവൻ വീരനാണെന്ന് തീർച്ചയാക്കാൻ യുദ്ധത്തിൽ വച്ച് മാത്രമേ സാധിക്കൂ. സ്നേഹിതൻ്റെ മാഹാത്മ്യം തെളിച്ചറിയാൻ കഴിയുക നമുക്ക് ഒരാവശ്യം വരുമ്പോൾ മാത്രമാണ്. സ്വേച്ഛാധിപതിയായ ഒരുവനെ അനുയായികൾ വാഴ്ത്തിയേക്കും, പക്ഷേ അയാൾ ചെയ്യുന്ന ദുഷ്കൃത്യത്തിന് ശിക്ഷ ലഭിക്കാതിരിക്കില്ല. ജനങ്ങളോട് പെരുമാറേണ്ടത് അവരുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ്, വാക്കുകളുടെ അടിസ്ഥാനത്തിലല്ല. ശരീരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അംഗം ഹൃദയമാണ്. ഒരു ബുദ്ധിമാൻ പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തിൽ ദുരഭിലാഷങ്ങൾ വളരാൻ ഇട കൊടുക്കുന്നവനാണ് ചീത്ത മനുഷ്യൻ. അങ്ങനെ ചെയ്താൽ അയാളുടെ യുവത്വം തന്നെ നശിക്കും. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, വിവേകമുള്ളവൻ തൻ്റെ നിധി ഗോപനം ചെയ്യുന്നു. യഥാർത്ഥമായ സ്വർണം ഹൃദയത്തിനുള്ളിലാണ്. ഒരു ഖനകനും അത്രയും ആഴത്തിൽ കുഴിക്കേണ്ടി വരില്ല. നമ്മുടെ പ്രവാചകൻ പറഞ്ഞു, യഥാർത്ഥ വിവേകത്തിൻ്റെ ആഭിമുഖ്യം ശാശ്വത വസ്തുക്കളോടായിരിക്കും. യോഗീവര്യനായ തബിത്ത് വല്ലാതെ കരഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നയനങ്ങൾക്ക് അസുഖമുണ്ടായി. ഭിഷഗ്വരൻ വന്നു പറഞ്ഞു, രോഗം ഭേദമാകണമെങ്കിൽ കരച്ചിൽ നിർത്തണം. അത് കേട്ടപ്പോൾ തബിത്ത് പറഞ്ഞു, കരയാനുതകാത്ത കണ്ണുകൾ കൊണ്ട് എനിക്കെന്താണ് പ്രയോജനം? നിസ്സംഗമായ കർമ്മമാണ് ഈ ലോകത്തിൽ വച്ച് ഏറ്റവും മനോഹരം. ഇസ്രായേലിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരുവൻ അവരനോട് ചോദിച്ചു, നീ ഇതുവരെ ചെയ്തതിൽ വച്ച് ഏറ്റവും ഭയാനകമായ കൃത്യം എന്താണ്? ഒരു ദിവസം ഒരു കോഴി കൃഷിയിടത്തിൽ കൂടി പോകുമ്പോൾ ഞാൻ ഒരു കോഴിയെ പിടിച്ച് കഴുത്ത് പിരിച്ച് വലിച്ചെറിഞ്ഞു. അതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും ഭീകരമായ പ്രവൃത്തി. നീയോ? ഒരിക്കൽ ഞാൻ ദൈവത്തോട് സ്വാർത്ഥബുദ്ധിയുടെ എന്തോ ഒന്നിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു കവി പാടിയിട്ടുണ്ട്, 2 പേരെ ഒരിക്കലും മുഷിപ്പിക്കരുത്, ഒന്ന് ദൈവത്തെ, മറ്റൊന്ന് സ്നേഹിതനെ. രണ്ടാമത്തെ പെൺകൊടി ഭാഷണം നിർത്തി. മൂന്നാമത്തവൾ സംവാദം തുടങ്ങി. മാന്യനായ രാജാവേ, ഇന്ന് ഞാൻ വളരെ കുറച്ചേ സംസാരിക്കൂ. എനിക്ക് നല്ല സുഖമില്ല. യോഗികൾ മിതഭാഷികളാണ്, സഫ്യാൻ പറഞ്ഞു. നെഞ്ചിനകത്ത് ആത്മാവുണ്ടെങ്കിൽ മനുഷ്യന് സ്വർഗത്തിലേക്ക് പറക്കാൻ ചിറക് ലഭിക്കും. മിതഭാഷിണി വിരമിച്ചു. 4മത്തവൾ മുമ്പോട്ട് അടിവച്ചു. 4മത്തെ പെൺകൊടിയുടെ പ്രഭാഷണം. ശ്രേഷ്ഠനായ രാജാവേ, ഞാൻ മഹാന്മാരുടെ ജീവിതത്തിലെ സംഭവങ്ങൾ വിവരിക്കാം. ബിഷർ എന്ന നഗ്നപാതൻ പറഞ്ഞു, വർജ്യമായതിനെ സൂക്ഷിക്കുക. അദ്ദേഹത്തിൻ്റെ ചുറ്റുമിരുന്നവർ ചോദിച്ചു, എന്താണത്? ചിലർ നീണ്ട പ്രാർത്ഥനകൾ നടത്തുന്നത് കണ്ടിട്ടില്ലേ? കപടഭക്തിയുടെ തെളിവാണത്. ഗോപ്യമായ സത്യത്തെയും അത്ഭുത രഹസ്യങ്ങളെയും കുറിച്ച് ഒരാൾ ജിജ്ഞാസ പ്രകടിപ്പിച്ചു. അതൊക്കെ ജനസഹസ്രങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. 100 നീതിമാന്മാർക്കിടയിൽ 4-5 പേരെ വെള്ളി പോലെ വിശുദ്ധരായി കാണൂ. ഷെയ്ഖ് ഇബ്രാഹിം പറയുന്ന കഥ കേൾക്കൂ. ഒരിക്കൽ ഒരു ചെമ്പ് തുട്ട് നഷ്ടപ്പെട്ട സാധു മനുഷ്യന് ഞാൻ ഒരു വെള്ളി നാണയം കൊടുത്തു. അയാൾ അത് വാങ്ങാൻ വിസമ്മതിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വെള്ളി മുഴുവൻ എനിക്കെന്തിനാണ്? ബിഷർ എന്ന നഗ്നപാതൻ്റെ സഹോദരി ഒരു ദിവസം ഇമാം അഹമ്മദ് ബിൻ ഹാൽ ബാലിനോട് ചോദിച്ചു, എനിക്ക് ഒരു കാര്യം വ്യക്തമാക്കി തരാമോ? ഞങ്ങൾ രാത്രി ഇറയത്തിരുന്ന് വസ്ത്രം നെയ്യാറുണ്ട്. വീട്ടിൽ വെളിച്ചമില്ല. വഴിപോക്കരുടെ വിളക്കുകളിൽ നിന്ന് കിട്ടുന്ന വെളിച്ചത്തിലാണ് ജോലി ചെയ്യാറുള്ളത്. അന്യരുടെ വെളിച്ചം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നത് ന്യായമാണോ?
നീ ആരാണ്? അദ്ദേഹം ചോദിച്ചു. ഞാൻ ബിഷർ എന്ന യോഗിയുടെ സഹോദരിയാണ്. ഇമാം എഴുന്നേറ്റ് നിന്ന് ആദരപൂർവം ആ പെൺകുട്ടിയുടെ കരം ഗ്രഹിച്ചു പറഞ്ഞു. യോഗി വര്യൻ്റെ വിശുദ്ധയായ സഹോദരി, നിന്റെ പവിത്ര ഹൃദയത്തിൻ്റെ സൗരഭ്യം ആയുഷ്കാലം മുഴുവൻ ശ്വസിക്കാൻ എനിക്ക് കഴിയണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മാലിക് ബൻ ദിനാർ ചന്തയിൽ ചുറ്റിത്തിരിയുമ്പോൾ ആഗ്രഹം തോന്നിക്കുന്ന എന്തെങ്കിലും വസ്തു കണ്ടാൽ സ്വയം മനസ്സിനെ ബോധ്യപ്പെടുത്തും. അത് നല്ലതിനല്ല. മനസ്സേ, നീ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കില്ല. മൻസൂർ ബിൻ ഉമർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മക്കയിലേക്കുള്ള തീർത്ഥയാത്രയിൽ ഒരു ഇരുണ്ട രാത്രിയിൽ ഞാൻ കുഫാ നഗരത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ എൻ്റെ സമീപത്തായി ഒരാൾ പ്രാർത്ഥിക്കുന്ന ശബ്ദം കേട്ടു. മഹാനായ പ്രഭോ, ഞാൻ അങ്ങയുടെ നിയമങ്ങൾക്ക് വിപരീതമായി നടക്കുന്നവനല്ല. അങ്ങയുടെ ദയാശീലത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തവനുമല്ല. ഞാൻ മഹാപാപിയാണെങ്കിലും മാപ്പു ചോദിക്കുന്നു. എൻ്റെ വിചാരങ്ങൾ പാപപങ്കിലമായിരുന്നില്ല. പ്രവൃത്തികൾക്ക് മാത്രമേ പാപമയമായിരുന്നുള്ളൂ. ശബ്ദം നിലച്ചയുടനെ കനത്ത എന്തോ ഒന്ന് തറയിൽ വീഴുന്ന ഒച്ച കേട്ടു. ഞാൻ ബൻ മൻസൂർ, മക്കയിലേക്ക് തീർത്ഥയാത്ര പോകുന്നു. എന്തെങ്കിലും സഹായം വേണോ? ഞാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഒരു മറുപടിയും കിട്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ ഒരു ശവസംസ്കാര യാത്ര പോകുന്നത് കണ്ടു. ദുഃഖിതയായി കണ്ട ഒരു വൃദ്ധയോട് ഞാൻ ചോദിച്ചു, ആരാണ് മരിച്ചു പോയതെന്ന്. ഇന്നലെ എൻ്റെ പുത്രൻ പ്രാർത്ഥനയ്ക്ക് ശേഷം ഖുർആൻ വായിക്കുകയായിരുന്നു. പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞില്ല. വഴിയെ പോയിക്കൊണ്ടിരുന്ന ഒരു യാത്രക്കാരൻ ഹൃദയം പൊട്ടി മരിച്ചു വീണു. ഈ മരണത്തെക്കുറിച്ച് ഇത്ര മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അടുത്ത ഭാഗം നാളെ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.